നമസ്കാരം. നമ്മളിന്ന് മാലുമേൽ അമ്പലത്തിൽ, അതായത് കരുനാഗപ്പള്ളി തൊടിയൂർ മാലുമേൽ ക്ഷേത്രത്തിലെ രാവിലത്തെ വിഷു തൊഴിലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ കെട്ടുകാഴ്ചയൊക്കെ നടക്കുകയായിരുന്നു. അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനിവിടെ സ്പൈസി കിച്ചൺ എന്ന് പറഞ്ഞിട്ട്, സ്പൈസി കിച്ചൺ ആൻഡ് കാറ്ററേഴ്സ്, അത് ഞാനിവിടെ വന്നൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന കടയാണെന്ന് മനസ്സിലായി. അത് പറഞ്ഞു തന്നത് എൻ്റെ വേറെ ആരുമല്ല, ഇത് നമ്മുടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഷിഹാബ്. ഇവിടെ അദ്ദേഹം ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ്. തഴവ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ്. സിയോൺ ഡ്രൈവിംഗ് സ്കൂൾ എന്നാണ് പേര്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മാർക്കറ്റിംഗ് കൂടെ അതിൻ്റെ ഇടയിൽ കാഴ്ച. അപ്പോൾ സ്പൈസി കിച്ചൺ കാറ്ററേഴ്സ് അരുമത്തുപടം ജംഗ്ഷൻ എന്ന് പറയുന്നത് മാലുമേൽ ക്ഷേത്രത്തിന് അടുത്തായിട്ട് വരും. ഇപ്പോൾ രാവിലത്തെ ആഘോഷങ്ങളും വിഷു, ഇപ്പോഴും ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടന്നുമാണ്. വിഷു ആണ് അവിടുത്തെ ആഘോഷ ദിവസം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഫാമിലിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമസ്കാരം. വെള്ളയപ്പം എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളയപ്പം, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇങ്ങനെ തുടങ്ങിയ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കാണുന്നത്. നല്ല കറുമുറായിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ പ്രത്യേകത. കുലുക്കലിനകത്തിരിക്കുകയാണ് കാര്യങ്ങൾ, അതെല്ലാം ഒന്ന് മിക്സ് ആവുന്നത്. അങ്ങനെയാണ് അല്ലേ? ഇതിവിടെ സ്പൈസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. കാണുന്നത് കണ്ടോ? ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ അല്ല കഴിക്കുന്നത്, ബീഫ് റോസ്റ്റും അപ്പവുമാണ് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വെള്ളയപ്പം അല്ലേ? അതാ ഫ്രഷ് വെള്ളയപ്പം വൈകുന്നേരം കിട്ടും. ഇതെന്താണ് സ്പെഷ്യൽ അപ്പം എന്ന് പറയാൻ കാര്യം? സ്പെഷ്യലായിട്ട് നമ്മളതിനകത്ത് കൂട്ടൊക്കെ ചേർക്കും. ഇത് ഇവിടുത്തെ അപ്പമാണെങ്കിലും ദോശ പോലെ ഇരിക്കും, വേണമെങ്കിൽ ഒരു ദൊപ്പം എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ ദോശ പോലെ ഇരിക്കും. അത്ര കൃത്യമായിട്ട് അപ്പം പോലെ നമ്മൾ ചുറ്റിച്ചെടുക്കുന്ന സാധനമല്ല. ഇത് കഴിക്കുന്ന നമ്മൾ ചുറ്റിപ്പോകുന്നത് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ അല്ലേ? സ്പൈസി കിച്ചൺ. സ്പൈസി കിച്ചൺ എന്ന് പറയുമ്പോൾ ഉള്ള ഐറ്റംസിലെല്ലാം സ്പൈസിയാണോ? അല്ല, അങ്ങനല്ല. നമ്മൾ ഒരു പേരും കിട്ടും, രുചിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേരും കിട്ടാൻ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് സമീപിക്കുന്നത് ഈ വെള്ളയപ്പം കഴിക്കാനാണെന്ന് കേട്ടു. വെള്ളയപ്പം ബീഫ് റോസ്റ്റ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഐറ്റം. പിന്നെ ബാക്കിയുണ്ട് ഐറ്റംസ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, അരിപ്പത്തിരി ഉണ്ട്, പൊറോട്ടയുണ്ട്, ചപ്പാത്തി ഉണ്ട്, ഇത്യാദി ഐറ്റംസ് ഉണ്ട്. സാധാരണ ഇപ്പോൾ എല്ലാ കടകളിലും ഈ പലഹാരങ്ങളൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച് കച്ചവടം ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാം ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസ് ആണുള്ളത്. പത്തിരി ആയാലും വെള്ളയപ്പം ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും നമ്മളിവിടെ തന്നെ ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മളിവിടെ തന്നെ ചെയ്യുന്നത്. ഇതിപ്പോൾ അരമത്തോളം ജംഗ്ഷനിലാണല്ലേ? ഒരു കാശുമായിട്ട് നിൽക്കുന്ന കാശ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ അപ്പോൾ അങ്ങ് പോയാലോ വഴി. ഇതിനിടയിൽ ബിസിനസ് നടക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബീഫ് റോസ്റ്റും എന്താണ് അപ്പോൾ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. അങ്ങനെ ബീഫ് റോസ്റ്റ് ഇങ്ങനെ തിളച്ച് മറിയണം. കുറേ നേരം ഇതിട്ട് വേവിക്കണം. ഇങ്ങനെ വേവിച്ച് അല്ലേ? അതൊരു പാകപ്പെട്ട് വരണം. എത്ര മണി വരെയാണ് നമുക്ക് ഇവിടെ ഷോപ്പുള്ളത്? രാവിലെ മുതലുണ്ടോ? 12 മണിക്ക് ബിരിയാണിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അത് ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയാണ് നമ്മൾ തുടങ്ങും.
എന്നിട്ട് രാത്രി ഒരു 10-11 മണി. ആ 11 മണിക്ക് ക്ലോസ് ആകും. 11 മണി വരെ ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞാൽ ഈ ബീഫ് റോസ്റ്റ് ചിക്കൻ ഫ്രൈ ഒക്കെ വരുന്നത് ഏത് സമയത്താണ്? ബീഫ് റോസ്റ്റ് ഒരു മണിയോടുകൂടി ബീഫ് റോസ്റ്റ്. ഇതെന്താണ് സാധനം? കൊടുക്കുന്ന ഗ്രേവി. ആ അതിന് കൊടുക്കുന്ന ഗ്രേവിയാണ്. ഇത് നമ്മൾ ഒരു ദിവസം എത്ര കിലോ ബീഫാണ് സാധാരണ ഇത്? 15 കിലോ ഒക്കെ വരും അല്ലേ? അപ്പോൾ അതിങ്ങനെ നമ്മൾ രാത്രി 11 മണി തീരുന്നവരെ ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കും. എപ്പോൾ തീരുന്നു അപ്പോൾ കട അടയ്ക്കുക അതല്ല അല്ല, അല്ലാതെ വരുന്നവരെല്ലാം പിടിച്ചിരുത്തി ഇപ്പം ശരിയാക്കി തരാന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളിവിടുത്തെ ഫുഡിലെ പലഹാരത്തിന് കോമ്പിനേഷനായ കറികളാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുറത്തുനിന്നുള്ള പലഹാരങ്ങളൊന്നും നമ്മളിവിടെ വാങ്ങിക്കത്തില്ല. അത് നമ്മളിവിടെ തന്നെ ചെയ്തെടുക്കും. അരിപ്പത്തിരി ആയിരുന്നു, അപ്പമായിരുന്നു, ചപ്പാത്തി ആയിരുന്നു, നമ്മളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്നാലും നമ്മുടെ ഈ കറിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. 2 മണിക്കൂർ കിടക്കണം, എന്നാലേ അത് റോസ്റ്റ് ആകത്തുള്ളൂ. റോസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കണം എന്നുള്ളൊരു കൊതി നമുക്ക് തോന്നില്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ശരി, ബീഫ് റോസ്റ്റിനെ ഒന്ന് നമ്മൾ കൂടുതൽ ബീഫ് റോസ്റ്റിനെ അവിടെ നിന്ന് എടുത്ത് ആവശ്യക്കാർ ചോദിക്കുന്നതനുസരിച്ച് വീണ്ടും കൂടെ നമ്മളൊന്ന് ചെറിയ പ്രിപ്പറേഷൻ നടത്തി ഒന്നുകൂടെ ഒന്ന് രുചിയാക്കിയിട്ടേ അത് കൊടുക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ വരുന്നവർ പിന്നെ വരണം. ഇപ്പോൾ ഇതൊരു യൂണിറ്റാണ് അല്ലേ? ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളിത് റോസ്റ്റ് എടുത്തൊന്ന് ഫ്രൈ പോലെ ആക്കി ഇതായി ഡ്രൈ ആക്കും കുറച്ച് അല്ലേ? അങ്ങോട്ട് ഇതുപോലെ സെർവ് ചെയ്യും. ഇതാണ് പെരി പെരിയൻ ചിക്കൻ ഫ്രൈ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പം. നമ്മൾ നേരത്തെ കണ്ട കൊതി കൂടുന്ന ബീഫ് റോസ്റ്റ്. നമ്മുടെ ദേശീയ ഭക്ഷണം പത്തിരി, പൊറോട്ട അല്ലേ? പൊറോട്ട കഹാർ അല്ലേ? നമ്മൾ എത്ര നാളായി തുടങ്ങിയിട്ട് സ്ഥാപനം? 3 മാസമായിട്ടുള്ളൂ. 3 മാസമായെങ്കിലും ഈ മനസ്സുകളിൽ നാവിൽ എത്തിപ്പെട്ടു കഴിഞ്ഞു സ്പൈസി കിച്ചൺ അല്ലേ? അത് ഇവിടുത്തെ ചില പ്രത്യേകത. നമുക്കത് ഈ അപ്പത്തിൽ ഈ റോസ്റ്റ് ബീഫ് റോസ്റ്റ് ആയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ കൊതി വളരുത്, ഞാൻ കഴിച്ചിട്ട് കൊള്ളാമെന്ന് തരാം. ബിരിയാണി ഉച്ച മുതലുണ്ട് അത് പറഞ്ഞു. അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ചു നോക്കണം. പിന്നെ ബീഫ് ഞാനങ്ങനെ പൊതുവെ കഴിക്കുന്നതല്ല. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വായിലോട്ട് വെച്ച് ഉടനെ ബൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയമാണെന്ന് നിങ്ങൾ പറയത്തില്ല. സാധാരണ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. വായിലോട്ട് വെച്ച് ബൗ. രസമുകുളങ്ങളിലൂടെ അതൊന്ന് കയറി ഇറങ്ങാൻ ഇച്ചിരി ഗ്യാപ്പ് കൊടുത്താണ്. പറഞ്ഞാൽ ശരിയാണ്. സ്പൈസി കിച്ചൻ്റെ പേര് സ്പൈസി പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള സ്പൈസി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇത്. സ്ഥലം മനസ്സിലായല്ലോ, പുതിയകാവ് ചക്കോളി റോഡ് അരമത്തൂടൻ ജംഗ്ഷൻ അവിടെയാണ് ഈ സ്പൈസി കിച്ചൺ ഉള്ളത്. കഹാർ ഇതിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. മറ്റു പല റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് എക്സ്പീരിയൻസ്. അമ്പലത്തിൻ്റെ അത് വേണ്ട അത് വേണ്ട. വേറെ അടയാളങ്ങളൊക്കെ പറഞ്ഞു തരാൻ ബാക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അത് പറയുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അത് കൂടെ ഉണ്ട് നമ്മുടെ ഞെരിപെരിയൻ ചിക്കൻ ഫ്രൈ. ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഗംഭീര ഭക്ഷണമാണ്. ഒരു സന്തോഷം. ഇപ്പം കാരണം വളരെ സന്തോഷം. ഇതാണ് സ്പൈസി കിച്ചൻ്റെ ഓണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതാണ്. ഓർഡർ എടുക്കുന്നതും കിച്ചണിലെ കാര്യങ്ങൾ നോക്കുന്നതും കാശ് വാങ്ങിക്കുന്നതും എല്ലാം പ്രധാനമാണ്. അതിൻ്റെ ക്ഷീണം മുഖത്ത് കാണാനുണ്ടല്ലോ. നന്നായിട്ട് വരട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഭക്ഷണം. താങ്ക് യു. അപ്പോൾ നമ്മളിത് കഴിച്ച് തീർക്കാൻ പോവുകയാണ്. നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ എപ്പോഴെങ്കിലും ഇതുവഴി പാസ് ചെയ്യുമ്പോൾ വന്ന് കഴിക്കും. കഴിച്ചോ? എന്ത് വേണ്ട പൊറോട്ട കഴിച്ചോ?